പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. നിനക്ക് എന്താ വേണ്ടത്? രാധ മിത്രയുടെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് ചോദിച്ചതും മിത്ര താടിക്ക് കൈ കൊടുത്ത് ആലോചനയോട് നിന്നു. ആ പോറ്റിയുടെ വെജിറ്റേറിയൻ ഓർഡറില്ലേ, അവിടെ നല്ല മുരിഞ്ഞ് നെയ് റോസ്റ്റും മസാല ദോശയൊക്കെ കിട്ടും. നീ എനിക്കത് വാങ്ങി തന്നാൽ മതി. ഓക്കെ, ഇനി എന്നെ കളിയാക്കരുതേ. എന്നാ വാ, നമുക്ക് പോകാം. രാധ കടല് കുറിക്കുന്നത് നിർത്തി കൈ തട്ടി എണീറ്റ് കൊണ്ട് പറഞ്ഞു. എങ്ങോട്ട്? നീ പറഞ്ഞു കഴിക്കാൻ. എനിക്കാണെങ്കിൽ മസാല ദോശയുടെയും നെയ്റോസിന്റെ പേര് കേട്ടപ്പോൾ തന്നെ രാവിലെ കഴിച്ചൊരു കുറ്റി പൂട്ടൊക്കെ ആവിയായി പോയി, വിശക്കാൻ തുടങ്ങി. രാധ വായിലുള്ള കടല ചവിച്ചിറക്കിക്കൊണ്ട് പറഞ്ഞതും മിത്ര അവളെ തനിക്ക് അരികിലായി പിടിച്ചിരുത്തി. എന്റെ രാധവേ, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, നിന്റെ വയലിലെന്താടി ആനാക്കൊണ്ട് പെറ്റി കിടപ്പുണ്ടോ? മിത്ര സംശയത്തിൽ ചോദിച്ചത് കേട്ട് രാധ തന്റെ അടുത്തിരിക്കുന്ന മിത്രയുടെ കയ്യിൽ നല്ലൊരു പിച്ച് വെച്ച് കൊടുത്ത് അടങ്ങിയിരുന്നു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. എക്സാം കഴിയുന്നത് വരെ കുരിശുമുറ്റം വീട്ടിൽ ഡാനിക്കും മിത്രക്കും ഉറക്കില്ലാത്ത രാത്രികളായിരുന്നു. എത്രയും പെട്ടെന്ന് എക്സാം ഒന്നും തീർന്നെങ്കിലെന്നായിരുന്നു ഇരുവർക്കും. ഇതിന്റെ ഇടയിൽ ജൂലിയും മിത്രയെയും വല്ലാതെ അടുത്തു. മിത്ര ജൂലിയുമായി കൂട്ടുകൂടിയത് നമ്മുടെ രാധവിന് വലിയ ഇഷ്ടമായില്ലെങ്കിലും ജൂലി രാധവിനെ കൂടെ കൂട്ടി കയ്യിലെടുത്തിരുന്നു. രാധ ധ്യാനെ സ്നേഹിച്ചു വീർപ്പും പിടിച്ചും മിണുങ്ങിയും പിടുങ്ങിയും സ്നേഹിച്ചും സുന്ദരമായി പ്രണയിച്ചും അവരും സന്തോഷത്തോടെ ദിവസങ്ങൾ തള്ളി നീക്കി. ഇന്നാണ് എക്സാമിന്റെ ലാസ്റ്റ് ദിവസം. എക്സാം കഴിഞ്ഞതും മിത്ര തന്നെ കാത്ത് എക്സാം ഹാളിന് പുറത്തു നിൽക്കുന്ന രാധവിന്റെ അരികിലേക്ക് ചെന്നു. നിനക്ക് എന്ത് പറ്റിയടി, വയ്യേ? രാധവിന്റെ വാടിയിരിക്കുന്ന മുഖം കണ്ട് മിത്ര അവൾക്ക് അരികിലേക്ക് വന്ന് മുഖം പിടിച്ചെടുത്തിക്കൊണ്ട് ചോദിച്ചു. ഇത്രയും ദിവസം ഉറക്കം കഴിഞ്ഞ് പഠിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു, വല്ലാത്ത തലവേദന. രാധ നെറ്റി തടവിക്കൊണ്ട് പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോണോടി? വേണ്ടടി, വീട്ടിലെത്തി കുറച്ചു നേരം കിടന്ന മാറിക്കോളും. അതും പറഞ്ഞ് രാധ മിത്രക്കൊപ്പം ബസ് സ്റ്റോപ്പിൽ ലക്ഷ്യം വെച്ച് നടന്നു. ധ്യാനും ഡേവിഡിനും ഉച്ചയ്ക്ക് ശേഷം എക്സാം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുവരും ബസ്സിനായിരുന്നു പോയത്. ധ്യാൻ വരുന്നത് വരെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞ് ധ്യാൻ തന്നെയായിരുന്നു രാധവിനോട് മിത്രയുടെ കൂടെ പോകാൻ പറഞ്ഞത്. ഇരുവരും ബസ് പിടിച്ച് വീട്ടിലെത്തിയതും മിത്ര വേഗം ചെടിയുടെ ഇടയിൽ നിന്നും കീയെടുത്ത് വാതിൽ തുറന്നു. എടി, എനിക്ക് വിശക്കുന്നു, പല തുണികൾ എടുത്തിട്ടാ. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയത് രാധ സെറ്റിയിലേക്ക് ഇരുന്ന ആവശ്യതയോടെ മിത്രയോട് പറഞ്ഞു. മിത്ര വാതിൽ തുറന്ന് അവളെ നോക്കി. അപ്പൊ പോരുന്നവർക്ക് കഴിച്ചതൊക്കെ ഇത്ര പെട്ടെന്ന് ദഹിച്ചോ? രാധ പറഞ്ഞത് കേട്ട് മിത്ര അവളെ അത്ഭുതത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. അറിയില്ല, എനിക്ക് വല്ലാതെ വിശക്കുന്നു. രാധ വീണ്ടും വയറ് തടവിക്കൊണ്ട് പറഞ്ഞു. നീ ഇരിക്ക്, ഞാൻ ചോറെടുക്കാം. അതും പറഞ്ഞ് മിത്ര അടുക്കളയിലേക്ക് പോയതും രാധു ആശ്വാസത്തോടെ അവൾ ഭക്ഷണവുമായി വരുന്നത് കാത്തിരുന്നു. രാധു, എല്ലാം ടേബിൾ എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്ക്. മിത്രയെല്ലാം എടുത്തു വെച്ചെന്ന് പറയേണ്ട താമസം രാധു വേഗം പോയി തനിക്ക് വേണ്ടത് കഴിക്കാൻ തുടങ്ങിയിരുന്നു. പാതിയെ കഴിക്കണ്ട രാധു, നിന്റേതിൽ കൈയിട്ട് പാരാൻ ആരും പാരില്ല. രാധു കഴിക്കുന്നതിനിടയിൽ നെറുകയിൽ കയറി ചുമക്കാൻ തുടങ്ങിയതും മിത്ര അവളുടെ തലയിൽ തട്ടി ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്ന് അവൾക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. കൈയിട്ട് വരാൻ ആരും വന്നാലേ ആ കൈ ഞാൻ വെട്ടും. ആരെങ്കിലും എന്റെ കിഡ്നി ചോദിച്ചാൽ ഞാൻ കൊടുത്തെന്നിരിക്കും, പക്ഷെ എന്റെ ഫുഡ് ചോദിച്ചാൽ ഞാൻ കൊടുക്കില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. വെള്ളം വാങ്ങി കുറിച്ച് ഗ്ലാസ് തിരികെ വെച്ച് മിത്രയെ നോക്കി പല്ലടിച്ച് കാണിച്ചുകൊണ്ട് രാധു പറഞ്ഞു. വല്ലാത്ത ജാതി തന്നെ, ഇതിനൊക്കെ പാവന്റെ എണ്ണ എങ്ങനെ സഹിക്കുന്നെന്തോ. രാധവിന്റെ കഴിപ്പ് കണ്ട് മിത്ര ചിരിയോടെ മനസ്സിൽ പറഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും രാധ തലവേദന കാരണം പോയി കിടന്നതും മിത്ര ഫ്രഷായി ഡ്രസ്സ് മാറ്റി ഉറങ്ങുന്ന രാധവിനെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതി ഹാളിൽ വന്ന് TV കണ്ടിരുന്നു. വൈകിട്ട് 5 മണി കഴിഞ്ഞപ്പോഴേക്കും ഡേവിഡിന്റെ ധ്യാനും വന്നിരുന്നു. കൂട്ടത്തിൽ അവരുടെ ഒപ്പം ഡാനിയും കുഞ്ഞുണ്ണും ഉണ്ടായിരുന്നു. ഉച്ചക്ക് കയറി കിടന്നുറങ്ങാൻ തുടങ്ങിയ രാധു അത്രയും സമയമായിട്ടൊന്നും എണീറ്റിരുന്നില്ല. മിത്ര എല്ലാവർക്കുള്ള കാപ്പി ഇട്ടു. അതും പലഹാരങ്ങളുമായിട്ട് ഉമ്മറത്തേക്ക് വരുമ്പോൾ ഡേവിഡും ധ്യാനും കൂടി കാര്യമായ ചർച്ചയിലായിരുന്നു. എന്തെത്ര ചർച്ച ചെയ്യാൻ? മിത്ര ഇരുവർക്കുള്ള ചായയും പലഹാരവും നൽകി ഫ്രഷാകാൻ പോയ ഡാനിക്കും കുഞ്ഞുണ്ണുള്ളത് മാറ്റിവെച്ച് ഇരുവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. നമുക്ക് എല്ലാവർക്കും കൂടി ഈ ആഴ്ച ഒരു ട്രിപ്പ് പോയാലോ എന്നതിനെ കുറിച്ച് ആലോചിച്ചതാ. മിത്രയുടെ ചോദ്യം കേട്ട് ധ്യാൻ പറഞ്ഞു. ട്രിപ്പോ? എങ്ങോട്ടാ പോകുന്നത്? മൂന്നാറും കൊടൈക്കനാലും. 4 ദിവസത്തെ യാത്രയാണ്. ഈ അടുത്ത ആഴ്ചയിൽ പോകണം. അതെന്ത്ര പെട്ടെന്ന്? ധ്യാൻ പറഞ്ഞത് കേട്ട് മിത്ര സംശയത്തിൽ ചോദിച്ചു. അധികം വൈകാതെ ഡാനിക്ക് ഫുട്ബോൾ പ്രാക്ടീസ് തുടങ്ങും. പിന്നെ കുഞ്ഞൂട്ടിന് എൻട്രൻസ് കോച്ചിങ്ങിന് ക്ലാസ് തുടങ്ങുമ്പോൾ വേണം, അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്നാക്കിയത്. ഡേവി പറഞ്ഞത് കേട്ട് അതാണ് നല്ലതെന്ന് മിത്രക്ക് തോന്നി. അത് ഡേവിച്ചാൻ പറഞ്ഞ ശരിയാ,
അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അധികം നീട്ടിക്കൊണ്ട് പോകരുത്. ഉറക്കമണീറ്റ് വന്ന രാധും മിത്രക്കരികിൽ വന്ന് അവരുടെ കയ്യിലുള്ള ട്രെയിൽ നിന്നും ചായ എടുത്ത് ചുണ്ടോട് ചേർത്തുകൊണ്ട് പറഞ്ഞു, ട്രിപ്പ് എന്ന് കേട്ടപ്പോൾ നിന്റെ തലവേദനയൊക്കെ മാറിയോ? രാധുവിന്റെ അവശതയൊക്കെ മാറി തെളിഞ്ഞ മുഖം കണ്ടതും മിത്ര ചോദിച്ചു. പിന്നെ ഒക്കെ മാറി. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടെയൊക്കെ നല്ല വ്യത്യസ്തമായ ഫുഡ് ഉണ്ടാകും. അതൊക്കെ ആലോചിക്കുമ്പോൾ എന്ത് വേദനയായാലും പമ്പ കിടക്കില്ലേ? പലഹാര പ്ലേറ്റിൽ കൈയിട്ട് വാരി കഴിച്ചുകൊണ്ട് രാധ സന്തോഷത്തോടെ പറഞ്ഞതും മിത്രയും ദേവിയും വന്ന ചിരിയൊതുക്കി ചായ കുടിക്കുന്നതിൽ ശ്രദ്ധ കൊടുത്തു. എന്നാൽ ധ്യാനം മാത്രം രാധു പറഞ്ഞത് കേട്ട് ദയനീയതയുടെ തലക്ക് കൈ കൊടുത്തിരുന്നു. ചായ കൂടി കഴിഞ്ഞതും ട്രിപ്പിന്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റാക്കി ധ്യാൻ വേഗം രാധവിനെയും കൊണ്ട് അവിടുന്ന് തിരിച്ചു പോയിരുന്നു. രാത്രി മിത്ര റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് അക്ഷമയോട് ആരെയോ കാത്തുന്ന പോലെ ബെഡിലിരിക്കുന്ന ഡെവിയാണ്. നീ ഇത്ര നേരത്തെ എവിടെയായിരുന്നു ദേവാ? മിത്രയെ കാണുന്ന ക്ഷമ നശിച്ചതുപോലെ ഡേവിഡ് ചോദിച്ചു. ഞാൻ താഴെയായിരുന്നു. എന്ത് ചായ? മിത്ര വാതിൽ ലോക്ക് ചെയ്തുകൊണ്ട് ചോദിച്ചു. നീ ഇവിടെ ഒന്ന് ഇരിക്ക്, പറയാം. ഡെവി പറയേണ്ട താമസം മിത്ര പോയി അവനരികിൽ വന്നിരുന്നു. ഇനി പറ, എന്റെ ചായ കാര്യം? മിത്ര സംശയത്തിൽ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ദേവാ. ഡെവി മിത്രയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. അത് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ കൊച്ചി സമ്മതിക്കൂ? മിത്രയുടെ മുഖത്തേക്ക് ഉറ്റു നോക്കിക്കൊണ്ട് ഡേവിഡ് ചോദിച്ചു. സമ്മതിക്കാം, ഈ ചാൻ കാര്യം പറ. ഇത്തിരി നേരം ഡെവിയുടെ മുഖത്തേക്ക് നോക്കി എന്തോ ആലോചിച്ച് മിത്ര സമ്മതിച്ചു. വാക്ക് മാറരുതേ? ഡെവി ഉറപ്പിനെന്നവണ്ണം അവളെ നോക്കി ചോദിച്ചു. എന്റെ ഇച്ഛായ, വാക്ക് മാറില്ല, ഉറപ്പ്. മിത്ര ഡെവിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ ഇരിക്ക്, ഞാനിപ്പോ വരാം. മിത്ര പറഞ്ഞത് കേട്ട് അതും പറഞ്ഞ് ഡെവി എണീറ്റ് പോയതും മിത്ര സംശയത്തിൽ തന്നെ ഡെവിയെ നോക്കിയിരുന്നു. ഇതെന്താ ചായ? ഡെവി ഷെൽഫിൽ നിന്നും ഒരു വലിയ കവറും കൂടെ 2 പൊതികളും കൊണ്ട് അവൾക്കരികിൽ വന്നിരുന്നതും മിത്ര അറിയാനുള്ള ആകാംക്ഷയിൽ ഡെവിയെ നോക്കിക്കൊണ്ട് ചോദിച്ചതും ഡെവി കയ്യിലുള്ള കവർ മിത്രയെ ഏൽപ്പിച്ചു. കൊള്ളാലത്, എവിടുന്ന് ചായ? കവർ തുറന്നു നോക്കിയതും കരിമ്പച്ച കളറിലുള്ള പുതിയൊരു ധാവണി കണ്ട് മിത്ര വിടർന്ന മുഖത്തോട് ഡെവിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. കുറച്ച് ദിവസം മുമ്പേ പുറത്തു പോയപ്പോൾ ഒരു ഷോപ്പിൽ ഡിസ്പ്ലേ വെച്ചത് കണ്ടപ്പോൾ വാങ്ങിയതാ. മിത്ര പറഞ്ഞത് കേട്ട് ഡെവി പറഞ്ഞു. എന്റെ അളവൊക്കെ എങ്ങനെ ചെയ്യാൻ കിട്ടി? സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് കണ്ട് മിത്ര ഡേവിഡിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതൊക്കെ കിട്ടി. ഇഷ്ടായോ? പിന്നെ ഒത്തിരി ഇഷ്ടായി. എന്തിനാ ചായപ്പോൾ ഇത് വാങ്ങിയത്? എന്തോ എനിക്കിത് കണ്ടപ്പോൾ ഈ വേഷത്തിൽ എൻ്റെ കൊച്ചിനെ കാണാനൊരാഗ്രഹം. നീയൊന്നും എടുത്തുവാ. ഈ പാതിരാത്രിക്കോ ഇപ്പൊ എടുത്തു വന്നത് ആര് കാണാനാണ് ചായ? മിത്ര ഡേവിഡ് പറഞ്ഞത് കേട്ട് അവനെ മുഖം നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാനില്ലേ കാണാൻ, നീ ഉടുക്ക്. ഡേവിഡ് ധാവണി പാവാടയും ബ്ലൗസും എടുത്ത് മിത്രയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞതും മിത്ര ഡെവിയെ ഒന്ന് നോക്കി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാറ്റി. ധാവണി പാവാടയും ബ്ലൗസ് ഇട്ട് വന്നതും ഡേവിഡ് ധാവണിശീലം നന്നായി ഞെറിഞ്ഞ് മിത്രയെ ഉടുപ്പിച്ചു കൊടുത്തു. ഇതൊക്കെ എന്തിനു ചായ? പൗഡറും കൺമശിയും ഡെവി എടുത്തു കൊണ്ടുവന്നതും മിത്ര അവനെ സംശയത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതൊക്കെ ഉണ്ട്, നീ ഒന്ന് മിണ്ടാതിരിക്കും ദേവ. ഡേവിഡ് ചെറിയ ശാസനയോടെ പറഞ്ഞതും മിത്ര ഒന്നും പറയാതിരുന്നതും ഡെവി അവളുടെ 2 കണ്ണുകളും കടുപ്പിച്ച് വാനിട്ട് എഴുതി 2 പുരികങ്ങൾക്കുമിടയിൽ സിന്ദൂരം കൊണ്ടൊരു പൊട്ട് തൊട്ടു കൊടുത്ത് അവളുടെ സീമന്തരേഖയിൽ ചൂണ്ടിച്ചു. ഇച്ചായ, നിങ്ങൾക്ക് ശരിക്കും എന്താ പറ്റിയത്? ഡെവി മിത്രയുടെ മുടി വൃത്തിയിൽ ചികഞ്ഞു മുടഞ്ഞിട്ട് ബെഡിലുള്ളൊരു പൊതിയിൽ നിന്നും മുല്ലപ്പൂ കൊടുത്ത് ചൂടി കൊടുത്തതും മിത്ര ഡെവിയെ സംശയത്തിൽ നോക്കി. അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ച് ചിരിച്ച് അവളുടെ ചിലങ്കെടുത്ത് കാലിൽ കെട്ടിക്കൊടുത്തു. ഇതിനാണോ ഈ ചായ നിങ്ങളെന്നെങ്ങനെ വേഷം കെട്ടിച്ചത്? പാവാട പൊക്കി കാലിലെ ചിലങ്ക നോക്കിക്കൊണ്ട് മിത്ര ഡെവിയോടായി ചോദിച്ചു. ഇപ്പൊ ഒന്നുകൂടെ സുന്ദരിയായിട്ടുണ്ട്. ഇനി എന്റെ ദൈവം നല്ലൊരു ഡാൻസ് കളിച്ച് നിന്റെ ഇച്ഛയെന്ന് കാണ്ടടി. ഡെവി ഫോണിൽ അവൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട സോങ് പ്ലേ ചെയ്തുകൊണ്ട് പറഞ്ഞതും മിത്ര പിന്നെ എതിർത്തൊന്നും പറയാതെ സോങ്ങിനൊത്ത് ചുവട് വെക്കാൻ തുടങ്ങി. അവളിൽ ലയിച്ചെന്ന പോലെ ഡേവിയുടെ മിടികളിൽ അണിവിടെ വ്യതിചലിക്കാതെ അവളുടെ ചുവടുകളിൽ ആസ്വദിച്ചിരുന്നു. സോങ് കഴിഞ്ഞതും മിത്ര വിയർത്ത് തളർന്ന് ഡേവിയുടെ അടുത്ത് വന്നിരുന്നതും ഡെവി മിത്രയെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോട് അവളുടെ നെറുകയിൽ ചുംബിച്ചതും മിത്ര ഡെവിയെ ഇറുകപ്പെടുന്ന അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. നന്നായിരുന്നു നീ കളിച്ചത്, സൂപ്പർ. ഡേവിഡ് മിത്രയുടെ കവിളിൽ വിയർപ്പിൽ ഒട്ടിക്കിടക്കുന്ന കുഞ്ഞുമുടികൾ ചെവിക്ക് പിറകിലേക്ക് മാടി വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. എന്താ ഇങ്ങനെ തോന്നാൻ? ഡേവിഡിന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കിടന്നുകൊണ്ട് മിത്ര ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ ഒരു കൊതി നീ കളിക്കുന്നത് കാണാൻ. ഡെവി പറഞ്ഞത് കേട്ട് മിത്ര ഒന്ന് ചിരിച്ചു. ഇച്ചാൻ അറിയോ, ഡാൻസ് കളിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ അപ്പാക്ക് അതൊന്നും ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ അമ്മ നന്നായി നൃത്തം ചെയ്യായിരുന്നു.
അപ്പയെ വിവാഹം കഴിച്ചാറ് ആ പാവത്തിന് പിന്നെ അതിനൊന്നും അപ്പ സമ്മതിച്ചില്ല. അമ്മക്ക് സ്വന്തമായിട്ടൊരു ഡാൻസ് അക്കാദമി തുടങ്ങാനൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പ ഇല്ലാത്തപ്പോ അമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നതാ ഇതെല്ലാം. മിത്രയുടെ വീട് നെഞ്ചിൽ പറ്റിക്കിടക്കുന്ന കുരിശിന്റെ ചെയിനിൽ പിടിച്ച് കളിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെന്താ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നിന്റെ അമ്മയുടെ ആഗ്രഹം നിന്നിലൂടെ സാധിച്ചു കൊടുക്കാം. മിത്രയുടെ വിരലിൽ കോർത്തു പിടിച്ച് ചുംബിച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞു. അതൊന്നും നടക്കില്ല ചായ, അതിനൊക്കെ ഒത്തിരി ക്യാഷ് വേണം. മിത്ര ഡേവി പറഞ്ഞത് കേട്ട് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. വേണമെന്ന് വിചാരിച്ചാൽ നടക്കും കൊച്ചേ. മിത്ര ഡേവിയുടെ നെഞ്ചിൽ കിടന്നൊന്ന് മൂളി. അതെ, 2 ദിവസം കഴിഞ്ഞാൽ ആ ട്രിപ്പ് പോകാൻ തീരുമാനിച്ചത്. നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? എനിക്കെന്ത് പ്രശ്നം, അപ്പച്ചനും കൂടി വേണ്ടിയിരുന്നു. അപ്പൻ അമ്മച്ചി മരിച്ചതിൽ പിന്നെ ഈ വീട് വിട്ട് എവിടെയും പോയി അന്തിയിറങ്ങുകയോ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പം വരില്ല. എന്നാ പിന്നെ അപ്പച്ചനെ നിർബന്ധിക്കണ്ട. ഡേവിഡ് പറഞ്ഞത് കേട്ടതും മിത്ര പറഞ്ഞു. അതെ, ഇങ്ങനെ ഇരുന്നാ മതിയോ? സമയം ഒത്തിരിയായി, ഉറങ്ങേണ്ടേ? ഡേവി തന്നെ നെഞ്ചിൽ കിടക്കുന്ന മിത്രയെ തനിയെ നടത്തി മാറ്റി അതും പറഞ്ഞ് ബെഡിലേക്ക് കിടക്കാനഞ്ഞതും മിത്ര അതിനു മുമ്പായി ഡേവിയുടെ ഇരു ഷോൾഡറിലും പിടിച്ച് തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു. എക്സാം കഴിഞ്ഞു കേട്ടോ. പതിയെ ഡേവിഡിന്റെ ചുണ്ടിൽ ചുംബിച്ച് അവന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് മിത്ര പറഞ്ഞു. അതിനെന്നതാ? മിത്ര പറഞ്ഞത് കേട്ട് ഡേവിഡ് കള്ളച്ചിരിയോട് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചതും മിത്ര ഡേവിയെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയതും ഡേവിഡ് പതിയെ മിത്രയുടെ കൂർപ്പിച്ച് വെച്ച ചുണ്ടുകളെ കടിച്ചെടുത്ത് വായിലാക്കി നുണയാൻ തുടങ്ങി. ഒപ്പം ഡേവിയുടെ കൈകൾ ധാവണിശാലിനിടയിലൂടെ മിത്രയുടെ നഗ്നമായ വയറിൽ പതിഞ്ഞതും മിത്രയൊന്ന് കുറുകിക്കൊണ്ട് ഡേവിയെ വരിഞ്ഞു മുറുക്കി തന്നോട് ചേർത്ത് അവനോട് ചേർന്നിരുന്നു. മിത്രയ്ക്ക് തിരിച്ചു ചുംബിക്കാൻ ഇടം നൽകാതെ ഡേവി അവളുടെ അതിരങ്ങളെ മാറി മാറി നുണഞ്ഞു. ഒപ്പം ഡേവിയുടെ കൈകൾ അവളുടെ വയറിൽ തലോടി നാഭിച്ചുടിയിൽ വിരട്ട് കറക്കിയതും സിൽക്കാരത്തോടെ പിടിഞ്ഞു മാറി മിത്ര ഡേവിയുടെ മുടിയിൽ കുരുത്തു വലിച്ചു. ശ്വാസം വില്ലനായി വന്നതും ഡേവി മനസ്സില്ലാ മനസ്സോടെ അവളുടെ അതിരങ്ങളെ മോചിപ്പിച്ചതും മിത്ര ഡേവിയുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അണപ്പ് മാറിയതും മിത്ര ഡേവിയുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു. മിത്രയുടെ ചുണ്ടും നാവും പല്ലും ഡേവിയുടെ കഴുത്തിലൂടെ ആകമാനം ഓടി നടക്കാൻ തുടങ്ങിയതും ഡേവിഡ് അവളെ മുറുകെ പിടിച്ചു. ദേവാ. ഡേവിഡിന്റെ ആദംസാപ്പിളിൽ മിത്ര പല്ലുകളായെത്തിയതും ഡേവി പിടഞ്ഞുകൊണ്ട് വിളിച്ചതും മിത്രയെന്ന് മൂളി അവന് നോവേകിയെടുത്ത് ചുണ്ടും നാവും കൊണ്ട് സാധനം നൽകി ഡേവിയുടെ കഴുത്തിലൂടെയും നെഞ്ചിലൂടെയും മിത്രയുടെ അതിരങ്ങൾ ഒഴുകി നടന്നു. ഡേവിയുടെ രോമാവൃതമായ നെഞ്ചിൽ പറ്റിക്കിടക്കുന്ന പൊന്നും കുരിശിൽ അമർത്തി മുത്തി ഒന്ന് ഉയർന്ന് ഡേവിയുടെ ഇരികവളിലും മാറി മാറി ചുംബിച്ച് അവൻ ഇറുകെ പുണർന്നതും ഡേവിയും തിരികെ മിത്രയെ പുണർന്ന് വലത് കൈ കൊണ്ട് അവളുടെ മുഖം തനിക്ക് നേരെ ഉയർത്തി അവൾ ഉറ്റുനോക്കിയതും ഡേവിയുടെ നോട്ടം താങ്ങാനാകാതെ മിത്ര നാണത്താൽ മുഖം കുനിച്ചു. കണ്ണിൽ പടർന്ന കൺമശിയും വിയർപ്പിൽ കുതിർന്നത് മാഞ്ഞ് മുഖമാകെ പാർന്നു കിടക്കുന്ന സിന്ദൂരവും മൂക്കിൻ മുമ്പിൽ തിളങ്ങുന്ന മൂക്കുത്തിയും മഴഞ്ഞൊലിഞ്ഞു കിടക്കുന്ന മുടിയും ധാവണിയും എല്ലാം അവൾക്ക് വശ്യഭംഗി നൽകി. ഡേവി ഒന്നുകൂടെ മിത്രയെ ഇറുകെ പുണർന്ന് തന്നോട് ചേർത്ത് അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. മൂക്കുത്തിയിൽ പല്ലുകളായെത്തി വീണ്ടും മിത്രയുടെ അതിരങ്ങളിൽ അതിരങ്ങൾ ചേർത്ത് വെച്ച് നുണയാൻ തുടങ്ങി. ഇരുവരും പരസ്പരം വലിഞ്ഞു മുറുകി ആവേശത്തോടെ ചുംബിച്ചു. ചുംബനത്തിനിടയിൽ ഉതിർന്നു വീണ ധാവണശീല ഡേവി തന്നെ അവളിൽ നിന്നും അടർത്തി മാറ്റി. മിത്രയുടെ മാറിലായി ഡേവിയുടെ കൈകൾ മുറുകിയതും അവന്റെ അതിരങ്ങളിൽ പല്ലുകളായി വികാരത്തിന്റെ ഉയർന്ന ആദനാദത്തോടെ മിത്രയൊന്ന് പിടഞ്ഞു മുന്തി. പതിയെ പതിയെ ചുംബനത്തോടൊപ്പം ഇരു ശരീരങ്ങളും ചൂടുപിടിക്കാൻ തുടങ്ങിയതും മിത്രയുടെ തരങ്ങളെ മോചിപ്പിക്കാതെ അവളുടെ കാലിലെ ചിലങ്ക ഊരി മാറ്റി ഡേവി അവളെ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി അവളിലേക്ക് അമർന്നു. സമയം കടന്നു പോകുന്തോറും ഇരുവരിലും തടസ്സമായ ഉടയാടകൾ അടിഞ്ഞു മാറി. അവളുടെ പൂ പോലെയുള്ള മേനിയിൽ ഡേവിയുടെ അതിരങ്ങളും പല്ലുകളും നാവും കൈകളും കുസൃതി കാണിച്ചൊഴുകി നടന്ന് അവളിലേക്ക് അവൻ പടർന്നു കയറി. കൊതി തീരാ നടന്നു മാറാൻ മടിച്ചുകൊണ്ട് ആ രാവ് പുലരുവോളം അവർ കാമിച്ചും പ്രണയിച്ചും ഒന്നായിക്കൊണ്ടിരുന്നു.